ജനാധിപത്യമല്ലേ എൻ്റെ അഭിലാഷേ. ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന് കൂടാം, പ്രതിപക്ഷത്തിന് കൂടാം, ഭരണപക്ഷത്തിന് കുറയാം, പ്രതിപക്ഷത്തിന് കുറയാം. പക്ഷേ ഈ കൂട്ടലും കിഴിക്കലും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഡിബേറ്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 2019 ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു. കാരണം 2019 ഈ നോട്ട് നിരോധനവും അതുപോലെ തന്നെ റഫേലുമായി ബന്ധപ്പെട്ട വിഷയവുമെല്ലാം നരേന്ദ്രമോദി BJP കേന്ദ്ര സർക്കാരിനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനും, പ്രത്യേകിച്ച് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും എല്ലാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. വലിയ ഇമ്പാക്റ്റ് ഞാൻ നിഷേധിക്കില്ല. ആ ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പല സഫോളജിസ്റ്റുകളും ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞത് ഏറ്റവും മിനിമം 100 സീറ്റ് കുറയും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഒരു കാരണവശാലും രണ്ടാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. 2014 കിട്ടിയതിനേക്കാൾ കൂടുതൽ സംഖ്യയോടുകൂടി 303 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2024 2019 ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഫാക്ടർ പോലും 2024 ഇല്ല. ഇപ്പോൾ 2024 സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ഡെലിവറിയാണ്. കോൺഗ്രസിൻ്റെ വക്താവ് നൗഷദ് അലി അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നു. എനിക്കതിൽ വിരോധമില്ല. കാരണം ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണ്. അദ്ദേഹത്തിന് പറയാം ഈ സർക്കാർ എന്താ ചെയ്തത്, ഒന്നും ചെയ്തില്ല. പക്ഷേ ബെസ്റ്റ് ഡെലിവറി, ആ ബെസ്റ്റ് ഡെലിവറി എന്നുള്ളത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വേണമെങ്കിൽ അത് താങ്കൾക്ക് ഇട്ടുതരാം. അഭിലാഷ് മോഹന് എക്കണോമിക് ടൈംസിൻ്റെ ദ വെരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേയിൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് അത് UPA 1ഉം UPA 2ഉം എടുത്തു. അതിനെ കമ്പയർ ചെയ്തിട്ട് NDA 1ഉം NDA 2ഉം എടുക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. UPA 1ൽ 6.9%, 6.7%. ആദ്യം 6.9 ആയിരുന്നു, സെക്കൻഡിൽ 6.7 ആയിരുന്നു. ഇപ്പോൾ BJPയുടെ ഈ ഭരണത്തിൽ NDA ഫസ്റ്റിൽ 7.4ഉം NDA സെക്കൻഡിൽ 7ഉമാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ ഇവരേറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം, ആ പെർ ക്യാപിറ്റ ഇൻകം 56.5 ആയിരുന്നു UPA ഫസ്റ്റിൽ, 72.0 ആയിരുന്നു UPA സെക്കൻഡിൽ, NDAയിൽ 94.4 ആൻഡ് 114.6 ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം താങ്കൾക്ക്. അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ ആയാലും ഇനിയും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയാലും നമ്മൾ ആ കാര്യം എത്രമാത്രം ചർച്ച ചെയ്ത് പോകണം. കാരണം എനിക്ക് അതിനൊരു കൗണ്ടർ കണക്കുണ്ട്. അതാണ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ കൗണ്ടർ കണക്ക് പറഞ്ഞോട്ടെ, ഞാനൊന്ന് തീർത്തോട്ടെ. കൗണ്ടർ കണക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് നിഷേധിക്കാനൊന്നും ഞാനില്ല. കൗണ്ടർ കണക്ക് വന്നോട്ടെ. പക്ഷെ എൻ്റെ പോയിന്റ് എന്താ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ നൗഷദ് അലി പറഞ്ഞല്ലോ. ആ നൗഷദ് അലി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എക്കണോമിക് ടൈംസിൽ തന്നെ വളരെ വാർത്ത, അത് ഹിന്ദുവിൽ വന്നു, എക്കണോമിക് ടൈംസിൽ വന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. 514 മില്യൺ ജോബ് ക്രിയേഷനാണ് 2014 തൊട്ട് 2024 വരെ നടന്നിരിക്കുന്നത്. 514 മില്യൺ. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഡെലിവറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. നമ്മൾ ഈ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് നമ്മൾക്ക് എപ്പോഴും ഒരു ആൻറ്റി മോഡി, ആൻറ്റി BJP അന്തരീക്ഷവും ആൻറ്റി BJP പ്രേക്ഷകരും ഒക്കെ ഉള്ള ഈ കേരളത്തിലെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നരേന്ദ്രമോദി താഴെ വീണു, നരേന്ദ്രമോദി ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ റെട്ടറിക്കാണ്. അത് കോൺഗ്രസ് മറുപടി. എനിക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ താങ്കൾ തന്നെ ഉന്നയിച്ച UPA സർക്കാരുകളും NDA സർക്കാരുകളും തമ്മിലുള്ള GDPയുടെ താരതമ്യം മാത്രം നോക്കൂ. ഇപ്പോൾ 2009-2010 UPA 7.86, 2010-11 8.50, 2011-12 ആകുമ്പോൾ അത് 5.24 കുറഞ്ഞു, 2012-13 5.46, 2013-14 6.39. അങ്ങനെ UPA 1ന്റെയും 2ന്റെയും കൂടി ആവറേജ് എന്ന് പറയുന്നത് 6.8 ആണ്. ഇനി 2014 മുതൽ NDA തുടങ്ങിയല്ലോ, മോഡി തുടങ്ങിയല്ലോ,
തുടങ്ങിയ വർഷം 7.41, 8.26, അത് കഴിഞ്ഞ് 2017-18 ആകുമ്പോഴേക്ക് അത് 6.80 പിന്നീട് അത് 6.45 കുറയുന്നു. 2019-20 ആകുമ്പോഴേക്ക് അത് 3.87 പക്ഷേ അവിടെ ഒരു ഫാക്ടർ ഉണ്ട്, കോവിഡ് സംഭവിച്ചു എന്നുള്ളതാണ്. അത് 2020-21 -5.83 ആവുന്നു. അവിടെ കോവിഡ് എന്ന ഘടകമുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം 9.5ലേക്കും 7.24ലേക്കും വളരുന്നു. പക്ഷെ തൊട്ട് മുമ്പത്തെ വർഷവും ആയി അപേക്ഷിച്ചിട്ടാണല്ലോ കമ്പാരിസൺ. അപ്പോൾ വളരെ കുറഞ്ഞ് നിന്നിടത്ത് നിന്ന് മെച്ചപ്പെടുമ്പോൾ പെർസെൻറ്റേജ് വൈസ് അത് വർദ്ധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, മോഡിയുടെ കാലത്ത് പ്രീ കോവിഡ് കാലത്ത് 6.8 ആണ് ആവറേജ് 4 വർഷത്തെ GDP ഗ്രോത്ത്. യു പി എയുടെ കാലത്ത് 6.8 ആണ്, മോദിയുടെ കാലത്തും 6.8 ആണ് പ്രീ കോവിഡ് പീരീഡിൽ. അത് പോസ്റ്റ് കോവിഡ് പീരീഡിൽ 4.6 ആവുന്നു. അവിടെ കോവിഡിന്റെ സാഹചര്യം ഉണ്ട്. അതിനുശേഷമുള്ള ഘട്ടത്തിലാണ് 7.8 ആവുന്നത്. അങ്ങനെ മോഡി 1ഉം 2ഉം കൂടി മൊത്തം താരതമ്യം ചെയ്താൽ ശ്രീ ഗോപാലകൃഷ്ണൻ 5.8 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഫിഗർ വെച്ചുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ UPA 1, 2 അതുപോലെ തന്നെ NDA 1, 2 താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമില്ല. അവിടെ വ്യത്യാസം വരുന്നത് എവിടെയാണെന്നറിയോ? പക്ഷേ വ്യത്യാസം വരുന്നത് നിങ്ങൾ നാഷണൽ ഹൈവേ റോഡ്, ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഹൈവേ റോഡ് ലെങ്ത് കിലോമീറ്റർ നിങ്ങൾ നോക്കുക. ഒന്ന് റെയിൽവേ റൂട്ട് ലെങ്ത് കിലോമീറ്റർ നോക്കുക. ഡൊമസ്റ്റിക് LPG കണക്ഷൻസ് നോക്കുക. ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കണക്ഷൻസ്. നമ്മളിപ്പോ 1952 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം, അതിന്റെ അടുത്ത വർഷമൊക്കെ നാഷണൽ ഹൈവേയുടെയും റെയിൽവേ ലൈനിന്റെയും ഒക്കെ ദൈർഘ്യം കൂടില്ല. അതൊരു സാധാരണമായ കാര്യമല്ലേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഞാൻ വെച്ച വാദത്തിന് ഒരു മറുവാദം താങ്കൾ വെക്കുമ്പോൾ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ എത്ര കിലോമീറ്ററാണ് പണിഞ്ഞത് UPA കാലത്ത്, എത്ര കിലോമീറ്ററാണ് മറ്റേ NDA കാലത്ത് പണിഞ്ഞത്? അതുപോലെ അതിൻ്റെ ലെങ്ത്ത്, ഈ ദൂരത്തിന് വരുന്ന ലെങ്ത്ത് മാത്രമല്ല. നിങ്ങൾ FDIയിലേക്ക് നോക്കിക്കോളൂ, അല്ലെങ്കിൽ FPIയിൽ നോക്കോളൂ. നിങ്ങൾ ഈ ഫുഡ് സബ്സിഡി നോക്കിക്കോളൂ, അതുപോലെ ഫെർട്ടിലൈസർ സബ്സിഡി നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോലും കുറവില്ല. അവിടെയൊക്കെ ഞാനിപ്പോൾ നേരത്തെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ജനറേഷൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ശക്തമായിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ അഴിമതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറത് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ UPA കാലഘട്ടത്തിൽ അതിൻ്റെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും അഴിമതി ഒരു പ്രതിഭാസമായിരുന്നു. ആ അഴിമതിയിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഗവൺമെൻറ്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അഴിമതിയില്ലാതെ സദ്ഭരണം നടത്തുന്നു. മോദിക്ക് പകരം അത് ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കാം. ഇലക്ട്രൽ ബോണ്ട് വളരെ വ്യവസ്ഥാപിതമായ അഴിമതിയാണെന്ന് കോൺഗ്രസിന് തിരിച്ചു പറയാം. അത് രാഷ്ട്രീയമായ ആരോപണം. എനിക്ക് പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞ കണക്കിനകത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഓക്കെ GDP ഇന്ത്യ ഗ്രോ ചെയ്തില്ലെന്ന് ചോദിച്ചു. ശരി, GDPയുടെ സൈസിൽ ഇന്ത്യ ബ്രിട്ടനെ മറികടന്നു. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ച് അവന്റെ വരുമാനമാണ്. ഇന്ത്യക്കാരന്റെ ഒരു ഇന്ത്യൻ പൗരന്റെ ആവറേജ് വാർഷിക വരുമാനം എത്രയാണ്? $2610 ആഗോള തലത്തിലോ അത് $13,330. ഇന്ത്യ മറികടന്ന UK ഒരു ബ്രിട്ടീഷ് പൗരന്റെ പ്രതിശീർഷ വരുമാനം എത്രയാണ്? $48,910. മറികടക്കാൻ പോകുന്ന ജർമ്മനിയുടെ പൗരന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ $52,000 ചില്ലറ. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇൻഇക്വാലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള, യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ശ്രീ ഗോപാലകൃഷ്ണൻ, ജനങ്ങളോട് ചോദിക്കുമ്പോൾ, അവരോട് നിങ്ങളുടെ ഇഷ്യൂ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ രാമക്ഷേത്രമെന്നോ രാംലല്ലെന്നോ അല്ല പറയും, അവർ മെഹങ്കായും റോസ്ഗാറും ഒക്കെ പറയും. അപ്പോൾ തൊഴിലില്ലായ്മ, ഇപ്പോൾ CSDS സർവേ തന്നെ പറയുന്നത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയവയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന്. അപ്പോൾ ആ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഒരു ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് 400 പാർ കിട്ടുക? ഞാനിനി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കാം. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നതിന് എനിക്ക് മറുപടി പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയും? സാവധാനത്തിൽ എന്നെയും കൂടി ഒന്ന് മറുപടി പറയാൻ അനുവദിക്കും. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ സംസാരിക്കുന്നത് ജർമ്മനിയായിട്ടും അമേരിക്ക ആയിട്ടല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് UPA 1ഉം UPA 2ഉം നരേന്ദ്രമോദിയുടെ കാലഘട്ടവുമായിട്ടാണ്. അല്ലാണ്ട് ജർമ്മനിയുടെ അമേരിക്കയുടെ കാര്യം നോക്കാൻ പറ്റില്ലല്ലോ. ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണ്? അമേരിക്കയിലെ ജനസംഖ്യ എത്രയാണ്? 30 കോടി അമേരിക്കയിലെ ജനസംഖ്യ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142 കോടിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ തടസ്സപ്പെടുത്താനല്ല, അൺഫെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ കമ്പാരിസന്റെ പോലുള്ള പറയുന്നത് നമ്മുടെ GDPയുടെ സൈസ് കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ സമത്വമില്ലായ്മ, ഇനീക്വാലിറ്റി വർദ്ധിക്കുന്നുണ്ട്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോടിക്കണക്കായ ജനങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ജീവിത പ്രാരാബ്ദത്തിലുമാണ് എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു വികസിത രാജ്യവുമായി അവിടുത്തെ പൗരന്മാരുമായി താരതമ്യം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. അല്ല,
അഭിലാഷ് ഞാനൊന്ന് പറയട്ടെ. അഭിലാഷ് കമ്പയർ ചെയ്തത് അമേരിക്കയും ജർമ്മനിയുമായിട്ടാണ്. പക്ഷെ ഞാൻ കമ്പയർ ചെയ്യുന്നത് UPA 1 UPA 2 അപ്പോൾ ദ ബെസ്റ്റ് ഡെലിവറി നമുക്കൊരു അക്കാഡമിക് ആയിട്ടുള്ള ചർച്ചയാക്കാം. ദ ബെസ്റ്റ് ഡെലിവറി ആരുടെ? ദ ബെസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഈ കോവിഡ് കാലഘട്ടമായിട്ടും ഈ ലോകം മുഴുവനും ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും ദ ബെസ്റ്റ് ഡെലിവറി നരേന്ദ്രമോദിയുടേതാണ്. ആ നരേന്ദ്രമോദിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവിടെ അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുവരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും അഴിമതിയില്ലാത്തൊരു ഭരണമാണെന്നുള്ളത് അക്കാഡമിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം UPA 1 UPA 2 BJPയുടെ ഈ 14 തൊട്ട് 24 വരെയുള്ള 10 വർഷത്തെയും കണക്കിലെടുക്കുമ്പോൾ വരുന്ന വ്യത്യാസം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താ? അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ. ഞാൻ മുഴുവൻ വായിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വായിക്കണ്ട. പ്രേക്ഷകർ അറിഞ്ഞോട്ടെ. ഏതാണ്ട് 20 കാറ്റഗറിയൈസ് ചെയ്തിട്ട് ആ 20 കാറ്റഗറിയിലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. UPA 1 UPA 2 ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഹൈവേയുടെ പണിയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഹൈവേയുടെ പണിയും കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരേ ഭരണകൂടമാണ് സർ. ഭരണകൂടത്തിലെ പ്രവർത്തകരും ഭരണകൂടത്തിലെ വർക്കേഴ്സും എല്ലാം തുല്യമാണ്. ശരിയാണ്, റെയിൽവേയിൽ അട്ടിമറി ഉണ്ടായത് എങ്ങനെ? ഒരു ദിവസത്തെ മാറ്റം എങ്ങനെ? അപ്പോൾ ഈ 20 കണ്ടന്റ് കൊടുത്തിട്ട് അതിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും UPA 1 UPA 2 തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ സബ്സിഡിയുടെ കാര്യം ബില്യൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫെർട്ടിലൈസർ സബ്സിഡിയുടെ കാര്യത്തിൽ, ഇലക്ട്രിസിറ്റി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ കാര്യത്തിൽ, ഡൊമസ്റ്റിക് LPG കണക്ഷൻ്റെ കാര്യത്തിൽ, റെയിൽവേ റൂട്ട് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാം UPA 1 UPA 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ കമ്പാരിസൺ എക്കണോമിക് ടൈംസ് പോലെയുള്ള ഒരു വലിയ ഇത്തരത്തിൽ വിശകലനം നടത്തുന്ന, ഇമ്പാർഷ്യലായിട്ട് വിശകലനം നടത്തുന്ന ഒരു പത്രവും അതേപോലെയുള്ള എക്കണോമിസ്റ്റുകളും പറയുന്നു അത് നരേന്ദ്രമോദിയുടെ കാലത്താണ് ദ ബെസ്റ്റ് ഡെലിവറി. അതുകൊണ്ട് ആ ഡെലിവറി കൊടുക്കുന്ന ഒരു സർക്കാരിനെ തീർച്ചയായിട്ടും അധികാരത്തിൽ കൊണ്ടുവരും. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആയിരുന്നു, ഞാനൊന്ന് ഫിനിഷ് ചെയ്യാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ കാലത്തോ BJPയുടെ കാലത്തോ ഡെലിവറി ഉണ്ടായിട്ടില്ല. അരാജകത്വമായിരുന്നു, അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 3 സ്ഥലത്ത് ജയിക്കില്ല അഭിലാഷേ. ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എങ്ങനെ BJP ജയിച്ചു? BJP ജയിച്ചത് ദ ബെസ്റ്റ് ഡെലിവറി ഉള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഈ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ശരി, ഞാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആർക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ വിശ്വാസമുണ്ടോ? ശരി, ഞാൻ ചോദിക്കട്ടെ. KP നൗഷദ് അലി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വക്താവാണ്. ഈ നൗഷദ് അലിക്ക് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. ഇത് മാതൃഭൂമിയുടെ വാർത്തയാണ് ഇന്നത്തെ. നൗഷദ് അലി ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? നൗഷദ് അലി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് UP BJP ഒരു സീറ്റേ കിട്ടുള്ളൂ. വാരണാസി ഒഴിച്ച് വേറൊരു സീറ്റും UP കിട്ടില്ല. ഇതിനെ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് തള്ളാം. പക്ഷെ രാഷ്ട്രീയമെന്ന് പറയുമ്പോഴും അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് സീറ്റ് കുറവായിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു പാർട്ടിയാണ്, ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാൻ ഇന്ത്യ പാർട്ടിയുടെ നേതാവ് പറയുന്നത് UP ഒരു സീറ്റാ കിട്ടുന്ന. നൗഷദ് അലിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ കേരളത്തിൽ 2 അക്ക സീറ്റ് കിട്ടുമെന്ന്. BJPക്ക് കേരളത്തിൽ 2 അക്ക സീറ്റ് കിട്ടില്ല എന്ന് താങ്കൾക്ക് അറിയാം, എനിക്ക് അറിയാം, നൗഷദ് അലിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ അങ്ങനെ പല ക്ലെയിംസ് നേതാക്കൾ മുന്നോട്ട് വെക്കില്ലേ? അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മോദിയോട് ചോദിക്കണോ നിങ്ങൾ കേരളത്തിൽ 2 അക്ക കിട്ടില്ലല്ലോ? അല്ല, അതിലൊരു വ്യത്യാസമുണ്ട് അഭിലാഷേ. കേരളത്തിൽ 2 അക്കത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സീറ്റിന് വേണ്ടി BJPക്ക് ഒരു സീറ്റിൽ ഒതുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കും. ഒരു സീറ്റേ കിട്ടുള്ളൂ, അത് വാരണാസിയാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വിവരം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. അതിനെ രാഷ്ട്രീയമായിട്ട് കണക്കാക്കാൻ പാടുമോ? 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരമപുച്ഛത്തോടെ കണ്ടതല്ലേ? 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, NDAക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അഭിലാഷ് മോഹൻ താങ്കൾ പരമപുച്ഛത്തോടു കൂടിയിട്ട് എത്ര ചർച്ച നടത്തി? അപ്പോൾ ഒരു ദിവസമെങ്കിലും ഈ പമ്പര വിഡിത്തത്തെ കുറിച്ചും കൂടി നിങ്ങൾ പറയണ്ടേ? ശരി, ഇലക്ഷൻ കഴിയട്ടെ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്നൊക്കെയുള്ളത് എന്തായാലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ച ചെയ്യാം.
ജൂൺ 4 നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു യു പി അടക്കം 62 സീറ്റാണ് യു പിക്ക് കിട്ടിയത്. ആ 62 സീറ്റിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 75 സീറ്റായിട്ട് യു പിയിൽ ഉയരും. യു പിയിൽ ശരിക്കും പറഞ്ഞാൽ മോദി രാമ തരംഗം യു പിയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മുന്നോട്ട് എന്നുള്ളതിൽ സംശയമില്ല. ശരി, ഓക്കെ.